ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. വാറയ്ക്കുമോർ അവർ ഗലീല കടപ്പുറത്ത് നടക്കുമ്പോൾ പത്രോസ് എന്നു പേരുള്ള ശിമോൻ, അവന്റെ സഹോദരനായ അന്ത്രയോസ് എന്നിങ്ങനെ മീൻപിടിക്കാരായ 2 സഹോദരന്മാർ കടലിൽ വല വീശുന്നത് കണ്ടു. എൻ്റെ പിന്നാലെ വരുവീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് അവരോട് പറഞ്ഞു. ഉടനെ അവർ വല വിട്ടേച്ച് അവനെ അനുഗമിച്ചു. ഇതിന് കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയിലെ പോപ്പ് ഷെനൂഡ മൂന്നാമൻ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: നമ്മുടെ ജീവിതത്തിന്റെ പരമപ്രധാനമായ ദൗത്യം ആത്മാക്കളെ നേടുക എന്നതാണ്. ഇത് സാധ്യമാകുന്നത് മറ്റുള്ളവരുമായുള്ള ഊഷ്മളമായ ബന്ധത്തിലൂടെയാണ്. പരമപ്രധാനമായി നാം ആത്മാക്കളെ നേടുന്നത് ദൈവത്തിന് വേണ്ടിയാണ്. അവർ ദൈവത്തിന്റെ ആത്മാക്കളായി തീരുവാൻ വേണ്ടിയുമാണ്. യെരൂശലേം മതിലുകൾ തകർക്കപ്പെടുകയും അതിന്റെ കവാടങ്ങൾ അഗ്നിക്കിരയാകുകയും ചെയ്തതറിഞ്ഞ് നിലത്തിരുന്ന് കരയുകയും ദിവസങ്ങളോളം വിലപിക്കുകയും ഉപവസിക്കുകയും ചെയ്ത നെഹമ്യ പ്രവാചകനെ പോലെ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആത്മാക്കൾക്കായി ഈ നോമ്പുകാലത്ത് നമുക്കും പ്രാർത്ഥിക്കാം. ദൈവം തമ്പുരാൻ എല്ലാ ആത്മാക്കളെയും പരിപാലിക്കുമാറാകട്ടെ. ആമേൻ.